ഈ പക്ഷി അതിന്റെ മുട്ടകൾ അഗ്നിപർവ്വതത്തിനുള്ളിൽ ഉപേക്ഷിക്കുന്നു. പിന്നീട് ഒരിക്കലും മടങ്ങി വരുന്നില്ല. ഇന്തോനേഷ്യയിലെ സുലവേസി ദ്വീപിൽ മലയോ എന്നു പേരുള്ള ഒരു പക്ഷിയുണ്ട്. ഭൂമിയുള്ളിൽ നിന്ന് തിളച്ചുമറിയുന്ന അഗ്നിപർവ്വത മേഖലകളിലേക്ക് ഇത് നടന്നെത്തുന്നു. അവിടെ ചുട്ടുപൊള്ളുന്ന മണലിൽ 1 മീറ്റർ ആഴത്തിൽ കുഴിയെടുക്കാൻ തുടങ്ങുന്നു. അവിടെ അത് ഒരു മുട്ടയിടുന്നു. അത് മൂടിവെക്കുന്നു. പിന്നീട് എന്നേക്കുമായി അവിടെ നിന്നും നടന്നു നീങ്ങുന്നു. അവിടെ അടയിരിപ്പില്ല. ചൂട് നൽകാനോ സംരക്ഷിക്കാനോ മാതാപിതാക്കളില്ല. തന്റെ കുഞ്ഞിന്റെ ജീവൻ അത് ഭൂമിക്കടിയിലെ അഗ്നിപർവ്വതത്തിന് കൈമാറുന്നു. ഭൂഗർഭതാപം 32 - 39 ഡിഗ്രിക്കും ഇടയിൽ നിലനിൽക്കുന്നു. ഒരു മുട്ട വിരിയാൻ കൃത്യമായി വേണ്ട താപനിലയാണിത്. ഭൂമി തന്നെ ഇവിടെ അമ്മയായി മാറുന്നു. കോഴിമുട്ടയേക്കാൾ 5 ഇരട്ടി വലുപ്പമുള്ളതാണ് ഇതിന്റെ മുട്ട. കാരണം ഇതിനുള്ളിൽ കുഞ്ഞ് ഏകദേശം പൂർണ്ണ വളർച്ച പ്രാപിക്കുന്നുണ്ട്. 80 ദിവസത്തോളം മണലിനടിയിൽ കഴിഞ്ഞ ശേഷം കുഞ്ഞ് വിരിയുന്നു. പിന്നീട് 1 മീറ്റർ മണലിനിടയിലൂടെ അത് മുകളിലേക്ക് തുരന്നു വരുന്നു. 2 മുതൽ 3 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന അതികഠിനമായ ഒരു യാത്രയാണിത്. പുറത്തെത്തുമ്പോൾ അവിടെ കാത്തുനിൽക്കാൻ മാതാപിതാക്കളില്ല, സഹായിക്കാൻ ആരുമില്ല. മണലിന് പുറത്തെത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ കുഞ്ഞിന് പറക്കാൻ കഴിയും. എന്നാൽ സങ്കടകരമായ ഒരു സത്യമുണ്ട്. മനുഷ്യർ മുട്ടകൾ മോഷ്ടിക്കുന്നത് കാരണം മലയോ പക്ഷികൾ ഇന്ന് വംശനാശ ഭീഷണിയിലാണ്. തന്റെ കുഞ്ഞുങ്ങളെ വളർത്താൻ അഗ്നിപർവ്വതത്തെ വിശ്വസിച്ച പക്ഷിക്ക് ഇന്ന് മനുഷ്യൻ കാരണം അതിജീവിക്കാൻ കഴിയുന്നില്ല.